കൊട്ടാരക്കര മുട്ടറ മരുതിമലയിൽ നിന്ന് വിദ്യാർത്ഥികൾ ചാടിയ സംഭവത്തിൽ കൂടുതൽ അന്വേഷണവുമായി പോലീസ്. അടൂരിലെ പെരിങ്ങനാട് സ്വദേശിനിയായ 9ാം ക്ലാസ് വിദ്യാർത്ഥിനി മീനുവാണ് വെള്ളിയാഴ്ച മരിച്ചത്. ഗുരുതരാവസ്ഥയിൽ ഒപ്പമുണ്ടായിരുന്ന ശിവർണയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. കുട്ടികൾ പാറയുടെ അപകടകരമായ ഭാഗത്തിരിക്കുന്ന ദൃശ്യങ്ങൾ സമീപവാസിയാണ് മൊബൈലിൽ പകർത്തി പോലീസിന് നൽകിയത്. പൂയപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി വിദ്യാർത്ഥികളുടെ സമീപത്തേക്ക് എത്തുന്നതിന് മുൻപേ ഇരുവരും താഴേക്ക് എടുത്ത് ചാടിയിരുന്നു. അത് കഴിഞ്ഞ് ബ്ലോക്ക് മെമ്പറെ അറിയിച്ച് അവരെല്ലാം പോലീസുകാരെല്ലാം വിളിച്ച് ഞങ്ങൾ എന്ത് വേണമെന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നോക്കി നിൽക്കുക. ഇവിടെ എന്തായാലും കാണാം, അങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ പോലീസുകാരെ രണ്ടാമത് ഞാൻ വീണ്ടും വിളിച്ച്, അപ്പോൾ രണ്ടാമത് വീണ്ടും വിളിച്ചപ്പോൾ എത്തിക്കൊണ്ടിരിക്കുക, ഞങ്ങൾ എത്തിയിട്ട് പോകാമെന്ന് പറഞ്ഞു. ഓക്കെ, വെയിറ്റ് ചെയ്തു. പോലീസുകാരെത്തി. അപ്പോൾ പോലീസ് ജീപ്പിൻ്റെ അടുത്തോട്ട് ഓടി സംസാരിക്കാൻ ചെല്ലാം എന്ന് കരുതി അങ്ങോട്ട് ചെല്ലുന്നതും അമ്മമാർ വിളിച്ചു പോകുന്നു മക്കളെ ചാടി. ഈ പഞ്ചായത്ത് ഇടപെട്ട് അടിയന്തരമായിട്ട് ഇതിനൊരു പ്രൊട്ടക്ഷൻ ഏരിയ തന്നെ നിർമ്മിച്ചിട്ട് ഇതിനകത്തൂടെ ഈ മരുതിമലയിലേക്ക് കയറുന്നതിന് ഏത് വഴിയിലൂടെയും കയറാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. ഇത് അവസാനിപ്പിക്കണം. ആദ്യം ഇവരിനി കോടിക്കണക്കിന് എന്ത് ചിലവാക്കിയാലും ശരി തന്നെ ഈ മരുതിമലയുടെ പ്രൊട്ടക്ഷനാണ് നമ്മൾ ആദ്യമായിട്ട് നടപ്പിലാക്കേണ്ടത്. അടൂർ തൃച്ചേന്ദമംഗലം സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ ഇരുവരെയും വെള്ളിയാഴ്ച രാവിലെ മുതൽ കാണാനില്ലായിരുന്നു. അടൂർ പോലീസ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരുന്നതിനിടെയാണ് സംഭവം. കുട്ടികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിനിടെ തനിക്ക് വീട്ടിൽ പോകേണ്ടെന്ന് ശിവർണ പറഞ്ഞിരുന്നതായി നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സ്ഥലത്തു നിന്നും ലഭിച്ച മൊബൈൽ ഫോണും പുസ്തകവും പോലീസ് പരിശോധിച്ചിരുന്നു. അടൂരിലെ ഇവർ പഠിച്ചിരുന്ന സ്കൂളിന് സമീപത്തെ കടയിൽ നിന്നും ഇരുവരുടെയും സ്കൂൾ ബാഗും കണ്ടെത്തിയിട്ടുണ്ട്. ബാഗിലുണ്ടായിരുന്ന ബുക്കിൽ കുട്ടികൾ പോകുന്നതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ നൽകിയിട്ടുള്ളതായാണ് വിവരം. ചികിത്സയിൽ തുടരുന്ന ശിവർണയുടെ ആരോഗ്യനില മെച്ചമായെങ്കിൽ മാത്രമേ പോലീസിന് മൊഴി രേഖപ്പെടുത്താനാകൂ. അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് രക്ഷിതാക്കളിൽ നിന്നും സഹപാഠികളിൽ നിന്നും വിശദമായ മൊഴി രേഖപ്പെടുത്തി വരികയാണ്. നിലവിൽ അടൂർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. ജനം, കൊല്ലം.